ചാനൽ. ആ, ഇത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന തൂക്കുപാത്രം എന്നും കെട്ടുപാത്രം എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് അപ്പൂപ്പന് വീട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന ഇങ്ങനത്തെ വലിയ പാത്രമാണ്. ഇതിൻ്റെ ഒരു ഡബിൾ സൈസായിരിക്കും, 5-6 ലെയറും കാണും. ഇതിപ്പോൾ 4 ലെയറേ ഉള്ളൂ. ഇതിന് പ്രത്യേക ലോക്ക് സിസ്റ്റമാണ്. ആ താഴെ കാണുന്ന സാധനം, ലിവർ കണക്ക് സാധനം മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും, ഈസി ആയിട്ട് തുറക്കാൻ പറ്റും. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം എനിക്ക് ഈ സംഭവം അറിയത്തില്ലായിരുന്നു. പലതിനും പലതാണ്. ഇതിനിങ്ങനത്തെ, ഇനി ഇതിനോട് വലുതാണെങ്കിൽ അതിൻ്റെ മുകളിലൊരു പ്രത്യേക ലോക്കാണുള്ളത്. സോ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ലെയർ നോക്കാം. അതിൽ ചപ്പാത്തിയാണ്, റൊട്ടി. അത് കഴിഞ്ഞ് ഈ സോയാബീനും ഉരുളക്കിഴങ്ങും ഇട്ടൊരു കറിയാണത്. അത് കഴിഞ്ഞാൽ ചോറ്, പിന്നെ ഡാൽ കറി. ഇതാണ് ഇവിടുത്തെ മെയിൻ ഉച്ചയ്ക്കുള്ള ഫുഡ്. ഇതൊരു 70 റുപ്പീസിനടുത്ത് വരും ഈ ടിഫിന്. പിന്നെ സാധനം അത്യാവശ്യം ടേസ്റ്റുള്ള സാധനം തന്നെയാണ്. ഇപ്പം എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും, മീൻസ് ഓർഡർ ചെയ്ത് കഴിക്കുന്നതിനേക്കാളും നല്ലത്, സ്വിഗ്ഗിയിലും മറ്റേതൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇതാണ്. ഹോം മെയ്ഡ് ഫുഡാണ്. വീട്ടിൽ ആൾക്കാരുണ്ടാക്കുന്നത്, നമ്മൾ വിളിച്ച് പറയുന്നതനുസരിച്ച് അവർ കൊണ്ടുവരുന്നതാണ്. തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ്. ഇത് എൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടുന്ന ഒണിയനും ഒരു മുളകും പിന്നെ കുറച്ച് അച്ചാറുമാണ്. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ വിഴുക്കുവരട്ടി കണക്ക് സംഭവം. നാട്ടിൽ അതേ ടേസ്റ്റാണ്. പിന്നെ ചോറ്, ഇത് ഡാൽ. ഇതിന് പ്രത്യേകിച്ച് വലിയ വിഭവങ്ങളൊന്നുമില്ല, എന്നാലും ഒരു വെറൈറ്റി. ഇത് കൊണ്ടുവരുന്ന സാധനം ഒരു വെറൈറ്റി അല്ലേ. പിന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഡാലാണ്, ഡാൽ കറി. ഇത് വിഴുക്കുവരട്ടിയുടെ കറി. കുഴപ്പം ഇല്ല എന്നേ പറയാനത്തുള്ളൂ. വെള്ളം കൂടുതലാണ് 2 കറികളിലും. അത് പിന്നെ ഇവിടെ എല്ലാം അങ്ങനെ കിട്ടത്തുള്ളൂ. ഇത് സോയാബീനാണ് കാണുന്നത്, കിടക്കുന്നത്. അതിൻ്റെ അകത്ത് കുറച്ച് ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടൊരു കറി. കുഴപ്പമില്ല, അത്യാവശ്യം കഴിക്കാം, ജീവിച്ചു പോവാം, അത്രയേ ഉള്ളൂ. സോ ബൈ.